നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, നമ്മളുടെ മെമ്മറിനെ ബാധിക്കുമോ? സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ട്. ഡയബറ്റീസ് ഉള്ള ആളുടെ ബ്ലഡ് ഷുഗർ ലെവൽസ് കൂടാൻ സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാലുള്ള ബ്രെയിനിന്റെ പ്രവർത്തനത്തിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. അപസ്മാരം പ്രവണതയുള്ള ആൾക്ക് അപസ്മാരം വരാൻ സാധ്യത, സ്ട്രോക്കിന് റിസ്ക് ഉള്ളവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യത. സ്ട്രെസ് പൊതുവെ എല്ലാ രീതിയിലും സ്ട്രെസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് തീർച്ചയായും മാൻഡേറ്ററി ആസ്പെക്റ്റ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഈസിയർ സെഡ് ദാൻ ഡൺ. നമുക്ക് ആർക്കാ സ്ട്രെസ് ഇല്ലാത്ത, നമ്മളെല്ലാം ആസ് എ ഡോക്ടർ ഞാൻ ഇതൊക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് 100% സ്ട്രെസ് ഉണ്ട്. മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ബ്രെയിൻ റിലാക്സേഷൻ, സ്പോർട്സ്, ഫിസിക്കൽ ആക്ടിവിറ്റി. സ്പോർട്സ് എസ്പെഷ്യലി ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ഡെഫിനറ്റ്ലി സ്ട്രെസ് ബസ്റ്റർ ആണ്. റെഗുലർ എക്സസൈസസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നന്നായിട്ടൊന്ന് വേർത്ത് കുളിച്ച് നല്ല എക്സസൈസ് ചെയ്ത് ശരിക്കും വേർത്ത് കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. ബ്രെയിൻ റിലാക്സേഷൻ തെറാപ്പി, മ്യൂസിക്കിന് ഇഷ്ടമുള്ള ആൾ മ്യൂസിക്കിനോട്, വായന ഇഷ്ടമുള്ള ആൾ വായന ഡെവലപ്പ് ചെയ്യുക. പല ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ബ്രെയിൻ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടാവും. ബ്രെയിനകത്തൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അത് നമ്മുടെ വർക്ക് പാറ്റേൺ അനുസരിച്ച് അത് സെറ്റ് ചെയ്തോളൂ. പക്ഷേ ഏതാണെങ്കിലും നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും ഡേ ഷിഫ്റ്റ് ആണെങ്കിലും മാൻഡറ്ററി ഉറക്കത്തിൻ്റെ അവേഴ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ അത് മെയിൻറ്റെയിൻ ചെയ്യാതെ നോക്കണം.